പടാകുളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. പടാകുളത്തിനോട് നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ TS സജീവന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ, പടാകുളം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ദീപ രാജേന്ദ്രൻ, അനിൽകുമാർ, അജയൻ, കണ്ണൻ, ON ജയദേവൻ, പരമേശ്വരൻകുട്ടി, TK ഹരിദാസൻ, അമൽ, CDS മെമ്പർ സായ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മേഖലയിലെ ഏറ്റവും വലിയ കുളവും ചരിത്രപ്രസിദ്ധമായ ശൃംഗപുരം ശിവക്ഷേത്രത്തിലെയും TKS പുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെയും ആറാട്ടുമുങ്ങുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണിക്ക് അന്യദേശങ്ങളിൽ നിന്നും വരുന്ന ഭക്തന്മാരും പരിസരവാസികളും കുളിക്കുവാൻ ഉപയോഗിക്കുന്ന കുളവുമാണ് പടാകുളം. പതിറ്റാണ്ടുകളായി നഗരസഭ പടാകുളത്തിൽ മീൻ വളർത്താൻ കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് ലേലം വിളിയിലൂടെ നേടുന്നത്. നിരവധി തവണ വാർഡ് സഭകളിലും വികസന സെമിനാറുകളിലും പൊതുജനങ്ങളും കൂടാതെ ഇത് ഒരു ജനകീയ ആവശ്യമായതിനാൽ വാർഡ് കൗൺസിലറായ TS സജീവനും നിവേദനങ്ങളിലൂടെയും മറ്റും കൗൺസിലിലും ഈ വിഷയം അവതരിപ്പിച്ചതാണ്. എന്നാൽ ഈ വിഷയത്തിൽ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. കുളത്തിനു ചുറ്റുമുള്ള കുടിവെള്ള സ്രോതസ്സുകളായ കിണറുകളും പടാകുളം വൃത്തിയാക്കാത്തതിൻ്റെ പേരിൽ വെള്ളം കേടായതിനാൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കൂടാതെ മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം ഏതു സമയത്തും പരിസരവാസികളിൽ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുവാനും സാധ്യതയുണ്ട്. ഈ വർഷത്തെ വികസന സെമിനാറിലും പടാകുളം നവീകരണത്തിന് വേണ്ടി ഫണ്ട് നീക്കിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നഗരസഭ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ശുചീകരണ യജ്ഞമെന്ന് വാർഡ് കൗൺസിലർ TS സജീവൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്തുള്ള ഏറ്റവും വലിയ ജലസ്രോതസ്സായിട്ടുള്ള പടാകുളം ക്ലീൻ ചെയ്യുകയാണ്. 2 പതിറ്റാണ്ടിലേറെയായി ഒരു വൃത്തിയാക്കൽ സംവിധാനവും അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങും ചെയ്യാതെ ഇത് ജനങ്ങൾ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ നിരവധി വാർഡ് സഭകളിൽ വാർഡിലുള്ള നിരവധി പടാകുളം റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള നിരവധി റെസിഡൻസ് അസോസിയേഷനുള്ള നിർദ്ദേശങ്ങളായി വാർഡ് സഭയിൽ വരികയും ആ വാർഡ് സഭ നിർദ്ദേശം നമ്മൾ വികസന സെമിനാറിൽ അവതരിപ്പിക്കുകയും വികസന സെമിനാറിൽ സ്വാഭാവികമായിട്ട് ബഡ്ജറ്റ് വരുന്ന സമയത്ത് നബാർഡിൻ്റെ 3 കോടി രൂപ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാം എന്ന് പറയുകയല്ലാതെ നഗരസഭ കൃത്യമായി ഫണ്ട് വെച്ചാലോ നബാർഡിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ വർഷവും ഞാൻ വികസന സെമിനാറിൽ വ്യക്തമായി സൂചിപ്പിക്കേണ്ടായിരുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുന്ന 2 കാര്യങ്ങളാണ് വായുവും വെള്ളവും. ഇത് സംരക്ഷിക്കാണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ നമുക്ക് എന്നറിയാം, പടാകുളം അടിയിൽ ചരലാണിത്. ഈ നല്ല വെള്ളമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വെള്ളം നമുക്ക് ഏകദേശം കുറച്ച് വാർഡുകൾക്ക് കുടിവെള്ള സ്രോതസ്സായിട്ട് പ്രാദേശിക കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ വെള്ളം നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൂടാതെ തന്നെ നമുക്കറിയാം, ചരിത്രപ്രധാനവും പുരാതനവുമായിട്ടുള്ളൊരു കുളമാണിത്. ആ കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 2 പ്രധാന ക്ഷേത്രങ്ങൾ, ശൃംഗപുരം ക്ഷേത്രവും അതുതന്നെ TKS ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും ആറാട്ടുമുങ്ങുന്നത് ഇവിടെയാണ്. അതുകൂടാതെ തന്നെ പടാകുളത്തിൻ്റെ ഉഴുവത്തുംകടവ് ക്ഷേത്രത്തിൻ്റെ അതിർത്തിയാണ് ഈ പടാകുളം. അപ്പം നിരവധി ആളുകൾക്ക് കുളിക്കാൻ ഉപയോഗിച്ചിരുന്നു. അതുകൂടാതെ നമുക്കറിയാം ഭരണി വരെയാണ്. ഭരണിയോട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന കുളമാണ് ഈ പടാകുളം. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു നഗരസഭ അധികാരികളെ കണ്ണു തുറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ജനകീയ മുന്നേറ്റത്തിലൂടെ ആരാണോ അധികാരത്തിലിരിക്കുന്നത് അവരെ നമ്മൾ കണ്ണു തുറപ്പിക്കുക എന്നുള്ള സമരത്തിൻ്റെ ആദ്യ നടപടി എന്നുള്ള നിലയ്ക്കാണ് ഇന്നിവിടെ ജനകീയ പങ്കാളിത്തത്തോടെ അതിന് പടാകുളം റെസിഡൻസ് അസോസിയേഷൻ്റെ മുഴുവൻ പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള ഒരുപാട് ആളുകൾ, 40-ാം വാർഡ് മാത്രമല്ല പല വാർഡുകളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് കൗൺസിലർമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ചെയ്യുന്നത്. പൂർണ്ണമായും നമുക്ക് വൃത്തിയാക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇവിടുത്തെ ഒരുപാട് ആളുകൾ ഒപ്പിട്ടുകൊണ്ട് മാസ് പെറ്റീഷൻ കൊടുക്കേണ്ടായി. ഈ മാസ് പെറ്റീഷനിൽ അവർ ആവശ്യപ്പെട്ടത് പടാകുളത്തിലെ വെള്ളം അടിച്ച് വൃത്തിയായിക്കൊണ്ട്, ചെളി അടിച്ച് വൃത്തിയായിക്കൊണ്ട് അത് അതിനുള്ള സംവിധാനം ഒരുക്കാനായിട്ട് മാസ് പെറ്റീഷൻ കൊടുത്ത സമയത്ത് നഗരസഭ കൃത്യമായ ഒരു മറുപടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഉള്ള മുറയ്ക്ക് നമുക്കത് ചെയ്യാമെന്നാണ്. അപ്പോൾ ഒരു കൃത്യമായ മറുപടി അല്ല പറയുന്നത്.
വയസ്സുള്ള മുറയ്ക്ക് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ആഗ്രഹമില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ പരിസരത്ത് ഒരുപാട് ആളുകൾ കിണറിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കുടിവെള്ളം ഉപയോഗിക്കുന്നത്. അത് ഇവിടെ മലിനപ്പെടും തോറും, ഈ വെള്ളം മോശമാവും തോറും ഈ പരിസരത്തുള്ള കിണറുകളൊക്കെ തന്നെ മോശമായിക്കൊണ്ട് നമുക്ക് കുടിവെള്ള സംവിധാനം ഈ പ്രദേശം ഏകദേശം 100ഓളം വീടുകൾ ഈ ഭാഗത്തുള്ള ആളുകൾ കുടിവെള്ള സംവിധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു.